യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. തപസ്സുകാലം 5-ാം വാരം, വ്യാഴം. ഇന്നത്തെ വചനഭാഗം നാം വായിക്കുമ്പോൾ 8-ാം അധ്യായം 53-ാമത്തെ വാക്യങ്ങൾ ഇപ്രകാരമാണ്: ഞങ്ങളുടെ പിതാവായ അബ്രഹാത്തേക്കാൾ വലിയവനാണോ നീ? ഈ ഒരു ചോദ്യം യേശുവിനെ കുറിച്ചുള്ള യഹൂദരുടെ അജ്ഞത കാണിക്കുന്നു. ഇവിടെ ഈ ഒരു വചനഭാഗത്തിൽ യഹൂദർക്ക് യേശുവിനെ വലിയ രീതിയിൽ അറിയാൻ പാടില്ലാത്തത് കൊണ്ടുള്ള വലിയൊരു ചോദ്യമാണ് ഇത്. എന്നാൽ ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എടുത്തു നോക്കുമ്പോൾ അതുതന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. യേശുവിനെ അറിയാത്ത ഒത്തിരി പേരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ യേശുവിനെ അറിയാത്ത ഒത്തിരി പേര് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളായി ജനിച്ചിട്ടും മതബോധന ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടും ദേവാലയത്തിൽ പോയിട്ടും യേശുവിനെ അറിയാത്ത ഒത്തിരി പേര്, യേശുവിനെ മനസ്സിലാക്കാത്ത ഒത്തിരി പേര് നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അവിടെ യഹൂദര് യേശുവിനെ അറിയാതെ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ക്രിസ്ത്യാനിയായി ജനിച്ചിട്ട് പോലും യേശുവിനെ അറിയാത്ത നാം ഓരോരുത്തരും ഇതിനേക്കാളും വലിയ ചോദ്യങ്ങളും വലിയ പ്രവൃത്തികളും ചെയ്യുന്ന ഒത്തിരി പേരെ കാണുവാൻ സാധിക്കും എന്നാണ് ഞാനിവിടെ പറഞ്ഞു വെക്കുന്നത്. ചെറിയൊരു ഉദാഹരണം പറയുകയാണ് എങ്കിൽ, യേശു പഠിപ്പിച്ച ഒരു വലിയൊരു പാഠമുണ്ട്: ശത്രുക്കളെ സ്നേഹിക്കുക. ഞാൻ യേശുവിനെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ പാഠം മനസ്സിലാക്കി ഞാൻ പ്രവർത്തിക്കുമായിരുന്നു. എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് യേശു പഠിപ്പിച്ചപ്പോൾ എനിക്ക് എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ പറ്റാതെ പോയത്? അത് യേശുവിനെ അറിയാത്തത് കൊണ്ടാണ്. ഇന്ന് പല ദേവാലയങ്ങളിലും പലരോടും ചോദിക്കുന്ന ഒരു വലിയൊരു ജനസമൂഹം, ഒരു യുവജന തലമുറയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവമില്ല എങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്ന ചിന്തയോട് കൂടെ ജീവിക്കുന്ന ഒത്തിരി പേരെ കാണുമ്പോൾ അവിടെ ആ ജനങ്ങൾക്ക്, ആ യുവജനങ്ങൾക്ക്, ആ തലമുറയ്ക്ക് ദൈവത്തെ പറ്റിയുള്ള, യേശുവിനെ പറ്റിയുള്ള വലിയൊരു അജ്ഞതയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ എൻ്റെയും നിങ്ങളുടെയും വലിയ ഉത്തരവാദിത്തമാണ് യേശുവിനെ അറിയുവാനും വചനം പഠിക്കുവാനും, പഠിക്കുന്ന വചനങ്ങൾ യേശുവിനെ അറിയാത്ത അജ്ഞതയിൽ ജീവിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക്, ഏറെ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളായി ജനിച്ച് മതബോധനം പഠിച്ച് വളർന്നിട്ട് പോലും യേശുവിനെ മനസ്സിലാക്കുവാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട്. അവർക്ക് എന്നാൽ കഴിയുന്ന രീതിയിൽ യേശുവിനെ പകർന്നു നൽകുവാനായിട്ട് സാധ്യമാകണം എന്ന് ചില വീടുകളൊക്കെ നാം എടുത്തു നോക്കുമ്പോൾ മനസ്സിലാകുവാൻ സാധിക്കും. ആ ഭവനങ്ങളിൽ തന്നെ 1-2 പേര് ദേവാലയത്തിൽ പോകാത്തവരുണ്ട്, ദൈവത്തിൽ വിശ്വസിക്കാത്തവരുണ്ട്, യേശു ഒന്നുമല്ല സാധാരണ ആളാണ് എന്ന് തന്നെ വിചാരിക്കുന്ന ഒത്തിരി പേര് അങ്ങനെയുള്ള ഭവനങ്ങളിൽ കാണുവാൻ സാധിക്കും. ആ ഭവനങ്ങളിലുള്ള ആളുകൾ, യേശുവിനെ മനസ്സിലാക്കിയ ആളുകൾ, അങ്ങനെ ചിന്തിക്കുന്നവരോട് യേശുവിനെ പകർന്നു നൽകുവാനായിട്ട് സാധ്യമാകണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ഞാൻ അറിഞ്ഞ യേശുവിനെ, ഞാൻ നുകർന്ന യേശുവിനെ, ഞാൻ രുചിച്ച യേശുനാഥനെ അപ്പമായി തിരുവോസ്തി രൂപനായി എൻ്റെ നാവിൽ, എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന, വചനം പഠിക്കുകയും വചനം ഗ്രഹിക്കുകയും വചനം വായിക്കുകയും ചെയ്യുന്നതിലൂടെ ഞാൻ അറിഞ്ഞ യേശുനാഥനെ, ഞാൻ മനസ്സിലാക്കിയ ദൈവപുത്രനെ, ദൈവത്തെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനായിട്ട് സാധ്യമാകട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.